തുറക്കൂ. വിജയനെ കൊല്ലാൻ ശ്രമിച്ചാൽ ആരായാലും ഇന്നിവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം വിജയ് മരിച്ചില്ലല്ലോ. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ലോക്ക് ചെയ്തു. ആരെയും പുറത്തേക്ക് വിടണ്ട. സർ. അകത്തേക്കും. സർ. നിനക്കിപ്പോ മനസ്സിലായില്ലേ നിന്റെ സുഹൃത്ത് എങ്ങനെയുള്ള ആളാണെന്ന്? അയാളെത്ര ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനിയെങ്കിലും പറഞ്ഞൂടെ, നീ എന്തിനാ അയാളെ സഹായിക്കുന്നത്? ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഭീകരന്മാർക്ക് തോക്ക് സപ്ലൈ എന്നൊരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ ഇവിടുത്തെ ആളാണ് ഞാൻ. ഒരിക്കൽ കമ്മീഷൻ ഞങ്ങളുടെ ആസ്ഥാനം റെയ്ഡ് ചെയ്തു. കുറെ പണവും തോക്കും പിടിച്ചെടുത്തു. അന്നൊരു വ്യവസ്ഥയിൽ കമ്മീഷണർ എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ രക്ഷിക്കാം. പക്ഷേ നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ, ഞാൻ പറയുന്ന സമയങ്ങളിൽ എനിക്കാവശ്യമുള്ള തോക്ക് നീ എത്തിച്ചേരണം. എന്റെ ആവശ്യം കഴിഞ്ഞാൽ നീ തന്നെ അത് തിരിച്ചു കൊണ്ടുപോയി സൂക്ഷിക്കണം. എന്നോടൊരു ചോദ്യവും ചോദിക്കരുത്. എന്നെങ്കിലും നിന്നിൽ നിന്ന് ഈ രഹസ്യം ചോർന്നു പോകുന്നുവെന്ന് എനിക്ക് തോന്നിയാൽ അന്ന് നിന്റെ കഥ കഴിയും. അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. വേറെ വഴിയില്ലാത്തതുകൊണ്ട്. സാറിന് ഭീഷണി കത്ത് എഴുതിയതും ഉഷയെ ബ്ലാക്ക്മെയിൽ ചെയ്തതും കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണമെന്ന് ദയവേത് ഉഷയോട് പറയണം. എന്താ? ഹരിക്കൊരു ആക്സിഡന്റ് പറ്റി. പേടിക്കാനൊന്നുമില്ല. ഹോസ്പിറ്റലാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനും വരുന്നു. വേണ്ട, വീട്ടിലാരെങ്കിലും വേണ്ടേ? വരൂ. അത്യാവശ്യമായി CI മാധവൻ സാർ ഇവിടം വരെ വരാൻ ഒന്ന് ഏർപ്പാട് ചെയ്യണം. സാറിനെ ഒന്ന് കാണണം. ഇപ്പോഴാ ഓഫീസിലേക്ക് പോയത്. ഹരി വരികയോ വിളിക്കുകയോ ചെയ്താൽ അദ്ദേഹം ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ടേക്ക് യുവർ സീറ്റ്. ഇനി എന്താ പ്രോഗ്രാം? സാർ വളരെ സീനിയർ ആണല്ലോ. ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് സാർ തന്നെ പറയണം. എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് ഹരിക്കറിഞ്ഞൂടെ? എനിക്കറിയാം. പക്ഷെ ഇതൊരു പ്രത്യേകതരം കേസാണല്ലോ. പ്രതി പോലീസ് കമ്മീഷണർ അല്ലേ? അതെ, പ്രതി പോലീസ് കമ്മീഷണറാണ്. പ്രതി കുറ്റം നിഷേധിക്കുന്നുമില്ല. ഇതൊരു പ്രത്യേകതരം കേസ് തന്നെ. 3 murders in 3 weeks. 3 ആഴ്ചയ്ക്കുള്ളിൽ 3 കൊലപാതകങ്ങൾ. 4ാമത്തേതിനുള്ള ശ്രമവും.
വാട്ട് മേഡ് യു എ കില്ലർ? തീർന്നില്ല, ഒന്നുകൂടി ബാക്കിയുണ്ട്. ബട്ട് യു മേ ഹാവ് ടു ഹെൽപ്പ് മീ. വാട്ട് ഡു യു മീൻ? 3 ആഴ്ചക്കുള്ളിൽ 3 കൊലപാതകങ്ങൾ. 3 വർഷങ്ങൾ വേണ്ടി വന്നു ആ തീരുമാനത്തിലേക്ക് എത്താൻ. Now I ask you one more day. Just 24 hours to complete my mission. Are you mad? In a sense. Wait. മണ്ടത്തരമൊന്നും കാണിക്കരുത്. ഉഷ എന്റെ കസ്റ്റഡിയിലാണ്. In a safe place. ഹലോ ഹലോ ഹരിയുടെ വീട്. ഹലോ, ആരാണ്? ഞാനാണ്. അയ്യോ സാർ, സാറിന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് കമ്മീഷണർ സാർ ഇവിടെ വന്നു ഉഷക്കുഞ്ഞായും കൂട്ടിക്കൊണ്ട് പോയല്ലോ. സാറിന് എങ്ങനെയുണ്ട് ഇപ്പോ? ആശുപത്രിയിൽ നിന്നാണോ സാർ സംസാരിക്കുന്നത്? സാർ ആശുപത്രിയിൽ നിന്നാണോ? സോറി, എനിക്കത് ചെയ്യേണ്ടി വന്നു. ഹരി വളരെ സ്മാർട്ട് ആയതുകൊണ്ട്. ഇപ്പോ എനിക്കൊരു ദിവസം തരുമല്ലോ. നോ. ഉഷ ഒരു സേഫ് പ്ലേസിലാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവളുടെ ജീവൻ ഇപ്പോഴും ഹരിയുടെ കയ്യിലാണ്. മണ്ടത്തരമൊന്നും കാണിക്കരുത്. ദുഃഖിക്കേണ്ടി വരും. എനിക്ക് ഈ സാധനം ഒരു ദിവസത്തേക്ക് കൂടി വേണം. അതിന് തടസ്സം നിന്നാൽ മനസ്സിലായി. അടുത്ത കൊലയ്ക്ക് ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ എന്റെ ഭാര്യയെ കൊല്ലും. അവൾ ജീവിച്ചിരിക്കണമെങ്കിൽ മറ്റൊരാൾ മരിക്കണം. എന്റെ ഭാര്യയുടെ ജീവന് വില പേശുകയാണല്ലേ? ഹൗ ബ്രൂട്ടൽ യു ആർ. സമ്മതിച്ചു, ഞാൻ ബ്രൂട്ടലാണ്, കൊലപാതകിയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നല്ലവനായിരുന്നു. ഭാര്യ പിഴയാണെന്ന് ഒരു കള്ളക്കത്ത് കിട്ടിയപ്പോൾ ഹരിയുടെ മനസ്സ് വേദനിച്ചില്ലേ? അപ്പോൾ പിഴച്ച ഭാര്യയുള്ള ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. ആ വേദനയുടെ പ്രതികരണമാണ് ഈ കൊലപാതകങ്ങൾ. മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനം വളരെ വിചിത്രമാണ്. എന്റെ ഭാര്യയെ പിഴപ്പിച്ച ആരെയും ഞാൻ കൊന്നില്ല. അവരെ കൊന്നാൽ അതോടുകൂടി അവർ രക്ഷപ്പെടും. എനിക്ക് വേണ്ടത് ജീവിതാവസാനം വരെ അവരെ ദുഃഖിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് അവരുടെ നല്ലവരായ ഭാര്യമാരെ കൊന്നത്. അതിനിടയിൽ ചില നിരപരാധികളും പെട്ടുപോയി. അടുത്ത കൊലയ്ക്ക് കളമെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. ഇനി ഒരുത്തി കൂടി ബാക്കിയുണ്ട്. അതിനാണ് ഞാൻ ഒരു ദിവസത്തെ സമയം ചോദിക്കുന്നത്. I think now you'll agree with me. എന്തോ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട്? കാര്യമായി ഒന്നും പറ്റിയില്ല. ഉഷക്കുഞ്ഞ് എവിടെ? കമ്മീഷണറുടെ വീട്ടിലുണ്ട്. കേശവൻ നായർക്ക് അന്നെന്തോ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കിപ്പോ ധൃതിയൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാലും മതി. അത് വേണ്ട, ഇന്ന് തന്നെ പൊയ്ക്കോളൂ. ഞാൻ ഉഷയും കൂടെ ഒരു ടൂറ് പോവുകയാണ്. 2-3 ദിവസം കഴിഞ്ഞേ വരൂ. അതിനിടയ്ക്ക് വീട് വരെ ഒന്ന് പോയി വന്നോളൂ. Come on.
ഇതിൽ കൊണ്ടുപോയ സ്ത്രീ എവിടെ? സ്ത്രീയോ? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഞാൻ പറയാം സാർ, ഞാൻ തന്നെ അക്കരെ കൊണ്ട് വെച്ചിരുന്നത്. ഇപ്പൊ അവിടെ ഇല്ല സാർ. കമ്മീഷണർ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കി. സർ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇത്രയധികം തെളിവുണ്ടായിട്ടും ഇന്നലെ രാത്രി എന്നെ കമ്മീഷൻ അറസ്റ്റ് ചെയ്യാനെന്താ? സർ, അങ്ങേരെ എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാട്ട്? യെസ് സർ, ഞാൻ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്ത് ഹോസ്റ്റേജായി വെച്ചിരിക്കുന്ന വിവരം അങ്ങേര് എന്നോട് പറഞ്ഞത്. എന്തിന്? അങ്ങേർക്ക് ഇനി ഒരാളെ കൂടെ കൊല്ലാനുണ്ട്. അതിന് 24 മണിക്കൂർ സമയം വേണം. അതുവരെ ഞാനൊന്ന് ചെയ്യാതിരിക്കാൻ. അയാളെ ഏത് മാർഗത്തിലും അറസ്റ്റ് ചെയ്യാൻ എനിക്ക് ഓർഡർ ഉണ്ട്. സർ, എന്റെ വൈഫ് ആ വീട്ടിനകത്തുണ്ട്. പോലീസ് ഓപ്പറേഷൻ ഇടയ്ക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ? പാർട്ടി അഡ്വാൻസ്, പാർട്ടി ഓൺ ഗാർഡ്, അഡ്വാൻസ്. അയാൾക്ക് ഭ്രാന്താണ് സാർ. ഇതുപോലൊരു ഓപ്പറേഷനിലൂടെ അയാളെ നമുക്ക് കീഴ്പ്പെടുത്താനാവില്ല. ലോങ് റേഞ്ചിൽ നിന്ന് ഫയർ ചെയ്യാൻ കഴിയുന്ന സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പണാണ് അയാളുടെ കയ്യിലുള്ളത്. പോരെങ്കിൽ അയാൾ ഒരു ഷാർപ്പ് ഷൂട്ടറും കൂടാണ്. നമ്മളെക്കാൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് അയാൾ നിൽക്കുന്നത്. ഇനിയും നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ജീവഹാനി ഉണ്ടാവും. അതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതോ? അറസ്റ്റ് ചെയ്യണം. പക്ഷെ അതിനുള്ള വഴി ഇതല്ല. 10-12 മണിക്കൂറിനുള്ളിൽ അയാൾ പുറത്തു വരും. കൂടെ എന്റെ ഭാര്യ ഉണ്ടാവും. ഞാൻ അയാളെ ഫോളോ ചെയ്ത് പിടിച്ചോളാം. ദയവ് ഇത് സാർ എനിക്കൊരു സഹായം ചെയ്യണം. ഈ ഫോഴ്സിനെ ഇവിടുന്ന് പിൻവലിക്കണം. നോ, ഐ കാൻ ടേക്ക് സച്ച് എ ഡിസിഷൻ. എനിക്ക് DGP ഒന്ന് കോൺടാക്ട് ചെയ്യാം. സാർ, ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. കമ്മീഷണറുടെ ഫോൺ ടാപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ചീഫ് സെക്രട്ടറിയോട് ഒന്ന് വാങ്ങിച്ചു തരണം. ഇറ്റ്സ് ഓക്കെ.